examiner family, നമ്മുടെ പ്ലസ് വണ്ണിൻ്റെ അഡ്മിഷൻസിൻ്റെ അപ്ലിക്കേഷൻസ് ഓൾറെഡി എൻ്റെ മക്കൾ എല്ലാവരും ചെയ്തു തുടങ്ങിയിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ എല്ലാവർക്കും ഉള്ള ഡൗട്ടാണ് ബോണസ് പോയിന്റ്സിലുള്ളത്. അപ്പം അപ്ലൈ ചെയ്യുന്നതിന് ഇനി അല്ലേ നാളെ ഒരു ദിവസം കൂടെ ഉണ്ട്. അപ്പോൾ ബോണസ് പോയിന്റിൽ ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാ ഡൗട്ടുകളും ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് മാറി കിട്ടും. ആൻഡ് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, വേഗം തന്നെ ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഏതിനൊക്കെയാണ് ബോണസ് പോയിന്റുകൾ കിട്ടാൻ വേണ്ടി പോകുന്നത്, അല്ലെങ്കിൽ എത്ര ബോണസ് പോയിന്റുകളാണ് കിട്ടുന്നത് എന്നുള്ള ഡൗട്ടുകളാണ് മിസ് ക്ലിയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മുടെ ബോണസ് പോയിന്റ് എന്ന് പറയുന്നത് വേറൊന്നുമല്ല, നമ്മുടെ 10ാം തരം കേരള സിലബസിൽ പഠിച്ചവർക്ക് 3 ബോണസ് പോയിന്റ് ലഭിക്കും. അതായത് നമുക്കറിയാം CBSE ഉണ്ട് അല്ലേ, അതുപോലെ ഡിഫറെൻറ്റ് ബോർഡുകൾ ഉണ്ട്. അപ്പം കേരള അല്ലേ, നമ്മുടെ കേരള സിലബസിൽ തന്നെയാണ് നിങ്ങൾ നമ്മുടെ 10th കഴിഞ്ഞിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 3 മാർക്കിൻ്റെ ബോണസ് പോയിന്റ് ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. അടുത്തത് നോക്കൂ, SSLCക്ക് പഠിച്ചിരുന്ന അതേ സ്കൂളിൽ തന്നെ അപേക്ഷിക്കുകയാണെങ്കിൽ 2 ബോണസ് പോയിന്റ് ലഭിക്കും. അതായത് ഇപ്പം നിങ്ങൾ X എന്ന് പറയുന്ന ഒരു സ്കൂളിലാണ് പഠിക്കുന്നത്. ഓക്കെ, ആ സ്കൂളിൽ തന്നെയാണ് നിങ്ങൾ പ്ലസ് വണ്ണിനും അപ്ലൈ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബോണസ് പോയിന്റ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ പഠിച്ച അതേ സ്കൂളിലാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബോണസ് പോയിന്റ് ഉണ്ടായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ താമസിക്കുന്ന അതേ ഗ്രാമപഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ എന്നിവയിലുള്ള സ്കൂളുകളിൽ അപേക്ഷിക്കുകയാണ് എന്നുണ്ടെങ്കിൽ 2 ബോണസ് പോയിന്റ് ലഭിക്കും അല്ലേ. നമ്മളുടെ അതേ പഞ്ചായത്താണ് അല്ലെങ്കിൽ താലൂക്ക്, കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി ഒക്കെ സെയിം അല്ലേ, നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് തന്നെയുള്ള സ്കൂളുകളിലാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബോണസ് പോയിന്റ് ഉണ്ട് മക്കളെ. അടുത്തത് എന്താണെന്ന് വെച്ചാൽ താമസിക്കുന്ന അതേ താലൂക്കിലുള്ള സ്കൂളുകളിൽ അപേക്ഷിക്കുകയാണെങ്കിൽ 1 ബോണസ് പോയിന്റ് ലഭിക്കും. അതായത് നമ്മൾ താമസിക്കുന്ന താലൂക്കിലുള്ള സ്കൂളുകളിൽ അല്ലേ, നമുക്ക് ഇപ്പോൾ ഒരു നിങ്ങളുടെ താലൂക്ക് ഏതാണോ എന്നുണ്ടെങ്കിൽ ആ താലൂക്കിൽ ഒരുപാട് സ്കൂളുകൾ ഉണ്ടാവും അല്ലേ. അപ്പോൾ അവിടെ നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 1 ബോണസ് പോയിന്റ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ താമസിക്കുന്ന ഗ്രാമപഞ്ചായത്തിൽ ഗവൺമെൻറ് എയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂളുകൾ ഇല്ല എന്ന് വിചാരിക്കുക അല്ലേ. നമ്മുടെ ലൊക്കാലിറ്റിയിൽ എന്തില്ല, നമ്മുടെ ഗ്രാമപഞ്ചായത്തിലോ അല്ലെങ്കിൽ താലൂക്കിലോ എന്തില്ല, നമ്മളുടെ ഗവൺമെൻറ് എയ്ഡഡ് സ്കൂളുകൾ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ബോണസ് പോയിന്റ് എന്തായാലും അപ്പോൾ നമുക്ക് എന്തായാലും മറ്റ് താലൂക്കുകളിൽ അപ്ലൈ ചെയ്യേണ്ടി വരും അല്ലേ. അപ്പോൾ അങ്ങനെ നമ്മൾ മറ്റ് താലൂക്കുകളിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ബോണസ് പോയിന്റ് കിട്ടിയിരിക്കും കേട്ടോ. ഓക്കെ ആണല്ലോ. അപ്പോൾ നിങ്ങൾ താമസിക്കുന്ന താലൂക്കിൽ അല്ലെങ്കിൽ ഗ്രാമപഞ്ചായത്തിൽ എന്തില്ല, ഹയർ സെക്കൻഡറി സ്കൂളുകൾ, എയ്ഡഡ് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളുകൾ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ബോണസ് പോയിന്റ് കിട്ടിയിരിക്കും. ഓക്കെ, അപ്പോൾ അടുത്തത് നമുക്ക് NCC, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്, നീന്തൽ, സ്റ്റുഡൻറ് പോലീസ് എന്ന് പറയുന്ന ഇതിലൊക്കെ നിങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനും എന്തുണ്ട് മക്കളെ, ബോണസ് പോയിന്റ്സ് ഉണ്ടെന്ന് മനസ്സിലാക്കാം. അടുത്തത് നമുക്കറിയാം, നമ്മുടെ മിലിറ്ററി സർവീസിൽ ഇരിക്കുന്ന സമയത്ത് അല്ലെ, ജവാന്മാരായിരിക്കുന്ന സമയത്ത് തന്നെ സർവീസിലിരിക്കുമ്പോൾ മരണമടഞ്ഞു പോവുകയാണെങ്കിൽ അവരുടെ മക്കൾക്ക് അല്ലെ, നിയമപരമായിട്ടുള്ള അവരുടെ മക്കൾക്ക് എന്തുണ്ട്, 5 ബോണസ് പോയിന്റ് വരെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ അല്ലാതെ നമ്മളുടെ ഇതുപോലെയുള്ള മിലിറ്ററി അല്ലേ, ജവാന്മാരുടെയും ആർമി, നേവി, എയർഫോഴ്സ് എന്നിവയിൽ നിന്നുള്ള എക്സ് സർവീസ് അല്ലെ, റിട്ടയർഡ് ആയിട്ടുള്ള അവരുടെ മക്കൾക്കും എന്തുണ്ട്, ബോണസ് പോയിന്റ്സിന് അപ്ലൈ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ബോണസ് പോയിന്റ് അതിനുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കാം. ഓക്കെ ആണല്ലോ. അടുത്തത് നമുക്ക് പറയാനുള്ളത്, നിങ്ങൾക്കറിയാം ക്ലബ്ബുകളുടെ അല്ലെ, എല്ലാവരുടെയും ഒരു ഡൗട്ടാണ് നമ്മുടെ ക്ലബ്ബ് അല്ലേ, ക്ലബ്ബുകളുടെ ബോണസ് പോയിന്റ്സ് വാലിഡ് ആണോ അല്ലേ എന്നുള്ള ഡൗട്ടുള്ള കുറച്ച് പേരുണ്ട്. അപ്പോൾ അവരുടെ ഡൗട്ട്സ് കൂടെ മിസ് തീർത്ത് തരാൻ പോവാണ്. നമുക്ക് ആപ്ലിക്കേഷൻസ് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ കാണാൻ പറ്റും, NTSC ക്വാളിഫൈഡ് ആണോ അല്ലേ. ക്വാളിഫൈഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ടിക്ക് ഇടാം. അതുപോലെ തന്നെ NMMSC ക്വാളിഫൈഡ് ആണോ, USSC ക്വാളിഫൈഡ് ആണോ, അതുപോലെ തന്നെ LSS ക്വാളിഫൈഡ് ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇതൊക്കെ ക്വാളിഫൈഡ് ആണ് വിത്ത് നിങ്ങളുടെ കയ്യിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ബോണസ് പോയിന്റിന് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനി നോക്കുക, നിങ്ങളുടെ അല്ലേ സോഷ്യൽ സയൻസ് ഫെയേഴ്സ് ഉണ്ടാവാറുണ്ട്, വർക്ക് എക്സ്പീരിയൻസ് അല്ലേ. ഫെയേഴ്സിൽ നിങ്ങൾ ഇതുപോലെ സ്റ്റേറ്റ് അല്ലെ, ഗ്രേഡ് A, ഗ്രേഡ് B, ഗ്രേഡ് C എന്ന് പറയുന്ന ഇത്രയും അല്ലേ ആ ഗ്രേഡുകൾ നിങ്ങൾക്ക് മാർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ സ്റ്റേറ്റ് സയൻസ് ഫെയറിൽ നിങ്ങൾ അല്ലേ, സംസ്ഥാന തലത്തിൽ സയൻസ് ഫെയറിന്, അതുപോലെ തന്നെ സോഷ്യൽ സയൻസ് ഫെയറിന്, മാത്സ് ഫെയറിന്, അതുപോലെ തന്നെ IT ഫെയറിന്, വർക്ക് എക്സ്പീരിയൻസ് എല്ലാം മനസ്സിലാക്കുക. സ്റ്റേറ്റ് ലെവലിലാണ് വിത്ത് സർട്ടിഫിക്കറ്റ്. നിങ്ങൾ ഏതൊരു ബോണസ് പോയിന്റ് അപ്ലൈ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിലും എൻ്റെ മക്കൾ എന്തായാലും ഓർത്ത് വയ്ക്കുക, നമുക്ക് എന്ത് ആവശ്യമുണ്ട്, അതിൻ്റെ സർട്ടിഫിക്കറ്റ്സ് ആവശ്യമുണ്ട്. ചിലപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആവശ്യം ഉണ്ടാവില്ല, പക്ഷേ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് ഇതിൻ്റെ സർട്ടിഫിക്കറ്റ്സ് നമുക്ക് ഹാജരാക്കേണ്ടി വരും. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഓരോ ബോണസ് പോയിന്റ് കൊടുക്കുമ്പോഴും അത് കൃത്യമായിട്ട് അതിൻ്റെ സർട്ടിഫിക്കറ്റ്സ് കയ്യിലുണ്ടോ എന്നുള്ള കാര്യം ഉറപ്പ് വരുത്തിയിട്ട് മാത്രം എന്ത് ചെയ്യുക, കൊടുക്കുക കേട്ടോ. ഇനിയാണ് നമ്മുടെ ക്ലബിലേക്ക് വരുന്നത്. നോക്കൂ, ഒരുപാട് ടൈപ്പ് ഓഫ് ക്ലബ്ബുകൾ ഉണ്ട് അല്ലേ. ഇപ്പോൾ സോഷ്യൽ സയൻസ് ഉണ്ട്, അതുപോലെ തന്നെ ഡിബേറ്റിംഗ് ക്ലബ്ബ് ഉണ്ട്, സയൻസ് ക്ലബ്ബ് ഉണ്ട്, എൻവയോൺമെൻറ്റൽ ക്ലബ്ബ് ഉണ്ട്, ഫോറസ്ട്രി ക്ലബ്ബ് ഉണ്ട്, അതുപോലെ തന്നെ മാത്സ്
മാത്സ് ക്ലബ്, ഹെൽത്ത് ക്ലബ്, ഇങ്ങനെ ഒരുപാട് ക്ലബ്ബുകളുണ്ട്. അപ്പം മിനിമം ഒരു 2 ക്ലബ്ബിലെ സർട്ടിഫിക്കറ്റുകൾ എങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പം സ്കൂളുകളിൽ നിന്നായാലും എവിടെ നിന്നായാലും നിങ്ങൾ ക്ലബ്ബിലുണ്ട് എന്നുണ്ടെങ്കിൽ ആ സർട്ടിഫിക്കറ്റ്സ് ജസ്റ്റ് ആ സ്കൂളുകളിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ് ആണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾ ഏത് സ്കൂളിലാണോ പഠിക്കുന്നത് അവിടെ നിന്ന് ക്ലബ്ബുകളുടെ സർട്ടിഫിക്കറ്റ്സ് ജസ്റ്റ് ഒന്ന് വാങ്ങിച്ചു വെക്കുക. നമ്മളുടെ ടൈ ബ്രേക്കർ സമയങ്ങളൊക്കെ വരും, അപ്പോഴാണ് ഈ ക്ലബിൻ്റെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരിക. അതായത് 2 പേർക്ക് ഒരേ പോയിന്റുകളാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ നമ്മുടെ ക്ലബ്ബ് സർട്ടിഫിക്കറ്റ് ആ സമയത്ത് വളരെയധികം നമുക്ക് ഉപകാരപ്പെടും. അപ്പം നിങ്ങളുടെ കയ്യിൽ 2ഓ 3ഓ ക്ലബിൻ്റെ സർട്ടിഫിക്കറ്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ബോണസ് പോയിന്റുകൾ ആ സമയത്ത് നമുക്ക് നല്ലപോലെ യൂസ്ഫുൾ ആയിട്ട് വരും. നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു അഡ്മിഷൻ കിട്ടാൻ തന്നെ നമ്മുടെ ക്ലബ് സർട്ടിഫിക്കറ്റ് വളരെയധികം നമുക്ക് ഗുണം ചെയ്യുന്നതാണ്. അപ്പോൾ ക്ലബ് സർട്ടിഫിക്കറ്റ് വേഗം തന്നെ സ്കൂളുകളിൽ നിന്ന് കളക്ട് ചെയ്യുക. എന്നിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കയ്യിൽ ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക. വെറുതെ പോയിട്ട് ടിക്കറ്റ് ഇട്ട് കാര്യമില്ല. അപ്പം ക്ലബ് സർട്ടിഫിക്കറ്റ്സ് കളക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏതൊക്കെ ക്ലബ് സർട്ടിഫിക്കറ്റ് കിട്ടാൻ പറ്റുന്നോ അത് മൊത്തം നിങ്ങൾ അപ്ലൈ ചെയ്യുക. ടൈ ബ്രേക്കറിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരാളാണ് നമ്മുടെ ക്ലബ് സർട്ടിഫിക്കറ്റുകൾ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ബോണസ് പോയിന്റ് അതുപോലെ തന്നെ ക്ലബ്ബ് സർട്ടിഫിക്കറ്റുകൾ ഇമ്പോർട്ടൻ്റ് ആണോ എന്നുള്ള ക്ലബിന് ബോണസ് പോയിന്റ് ഉണ്ടോ എന്നുള്ള എല്ലാ ഡൗട്ടുകളും നിങ്ങളുടെ ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് മിസ്സിനറിയാം. അപ്പം ഇനി നമുക്ക് ഒരു ദിവസം ജൂൺ 9 നമ്മുടെ അപ്ലിക്കേഷൻസ് കൊടുക്കുന്ന ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ വേഗം തന്നെ എന്തെങ്കിലും ഈ ബോണസ് പോയിന്റിൽ നിങ്ങൾ എന്തെങ്കിലും പ്രശ്നങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ആഡ് ചെയ്യാനോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വേഗം തന്നെ ചെയ്ത് അപ്ലിക്കേഷൻസ് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഓക്കെ ആണല്ലോ. അപ്പോൾ എല്ലാവർക്കും ട്രയൽ അലോട്ട്മെൻറ്റിലായാലും ഫസ്റ്റ് അലോട്ട്മെൻറ്റിലായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്കൂളുകൾ തന്നെ അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് മിസ് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ മിസ്സിൻ്റെ പ്രാർത്ഥന എപ്പോഴും ഉണ്ടാവും. അപ്പം നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള സ്കൂളുകളിൽ നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് സ്ട്രീം തന്നെ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി പറ്റട്ടെ. അപ്പോൾ എല്ലാവരും വേഗം തന്നെ എന്ത് ചെയ്യുക, പോയി ജോയിൻ ചെയ്യുക. ആൻഡ് ഓൾസോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് കൂടെ മിസ്സിന് പറയാനുണ്ട്. നമ്മുടെ +1 ഓഫ്ലൈൻ ക്ലാസ്സസ് എക്സാമിനറിൻ്റെ +1 ഓഫ്ലൈൻ ക്ലാസ്സസ് ഓൾറെഡി നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. കോഴിക്കോട് ചേവായൂരാണ് നമ്മളുടെ ലൊക്കേഷൻ എന്ന് പറയുന്നത്. വളരെ ലിമിറ്റഡ് സീറ്റ്സ് മാത്രമാണുള്ളത്. ഹോളിഡേ ബാച്ചുകളായിരിക്കും. ഇപ്പോൾ സാറ്റർഡേ സൺഡേസിലായിരിക്കും നമ്മുടെ ക്ലാസ്സസ് ഉണ്ടായിരിക്കുക. ഹോളിഡേയ്സിൽ മാത്രമായിരിക്കും ക്ലാസ് ഉണ്ടാവുക. നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഫാക്കൽറ്റീസിനെ നിങ്ങൾക്ക് നേരിട്ട് ഒരു ക്ലാസ് റൂമിൽ കണ്ടുകൊണ്ട് പഠിക്കാനുള്ള ഒരു അവസരമാണ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആരും മിസ് ചെയ്യരുത്. താഴെ കാണുന്ന ഈ നമ്പറിൽ വേഗം തന്നെ മെസ്സേജ് ചെയ്ത് നിങ്ങളുടെ അഡ്മിഷൻസ് ഉറപ്പാക്കുക. ഓക്കെ, താങ്ക് യു.